പുറത്തു വന്ന രണ്ടാം ദിവസം അതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ ഫോണിലേക്ക് ഈ പറയുന്ന മുരളി കുന്നുംപുറത്തിൻ്റെ മെസ്സേജ് പോയി. അദ്ദേഹം അയച്ച മെസ്സേജ് ഇതാണ്, അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണിക്കുകയും ചെയ്യാം. ഈ സംവിധായകനെ വെച്ച് സിനിമ ചെയ്യരുത്, ഇയാൾക്ക് സിനിമ ചെയ്യാൻ അറിയില്ല, ഇയാൾ കാരണം എൻ്റെ കഴിഞ്ഞ പടം ഒരുപാട് പൈസ പോയി. അതിൻ്റെ തെളിവ് വേണമെങ്കിൽ അതിൻ്റെ മുന്നത്തെ പടത്തിൻ്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ, അതായത് രണ്ട് പ്രൊഡ്യൂസേഴ്സാണ്, ആൻഡോ ചേട്ടനും വേണു ചേട്ടനും, അതിൽ വൺ ഓഫ് ദ പ്രൊഡ്യൂസറിനെ വേണു ചേട്ടനെയാണ് പറയുന്നത്, വിളിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഹീറോയെ വിളിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടു, മെസ്സേജ് അയച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ വീഡിയോ പുറത്തു വന്നത് 2 ദിവസം മുന്നെയാണ്. രക്ഷകനെ പോലെ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഇവരൊക്കെ അദ്ദേഹത്തെ വിളിച്ചു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെ പുള്ളിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അതിന് 1 മാസം മുന്നേ വിഷ്ണുവിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഇവരോട് ചോദിക്കാൻ എന്ന് പറയുമ്പോൾ കൃത്യമായി ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒരു പ്ലാനിങ് ഞങ്ങൾക്ക് വ്യക്തമാണ്, കൃത്യമായ പ്ലാനിങ് വ്യക്തമാണ്. ഇത് ഏത് വഴിക്കാണ്, എങ്ങനെയാണ് ഇനി നിങ്ങളടുത്ത് പറയാനുള്ളത്. ഇന്നലെ വേണു കുന്നപ്പള്ളി സാറിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അതായത് വിഷ്ണുവിന് എനിക്ക് പണിയറിയില്ല, പ്രൊഡ്യൂസേഴ്സിനെ ഞങ്ങൾ ഒഴിയിൽ ചാടിക്കുന്നു, ഇങ്ങനെ കോമൺ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടി ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രൊഡ്യൂസർ അസോസിയേഷൻ കണക്ക് വിട്ട സമയത്ത് ഇദ്ദേഹം പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇതിനു മുന്നേ, അതായത് ഇൻ്റർവ്യൂസ് ഒക്കെ അറിയാം, ഞാൻ ചോദിക്കുന്നത് എനിക്ക് പണി അറിയില്ലെങ്കിൽ എന്നെ വെച്ച് ഞാൻ 6 പടം ചെയ്ത് 3 പടവും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ്. 2 പ്രൊഡ്യൂസേഴ്സ്, ആൻഡോ ചേട്ടനും വേണു ചേട്ടനും. ഞാൻ ഈ 3 പടവും ചെയ്തേക്കുന്നത് ഒരാൾക്ക് വേണ്ടിയാണ്, ആൻഡോ ചേട്ടന് വേണ്ടിയാണ്. എന്തൊക്കെ എന്നെ സിനിമയിലേക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്യും, എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നതാണ് ആൻഡോ ചേട്ടൻ. ആൻഡോ ചേട്ടനോട് മാത്രമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. എനിക്ക് ഇദ്ദേഹം ഉള്ളപ്പോൾ സിനിമ ചെയ്യാൻ താല്പര്യമില്ല, കാരണം അനാവശ്യമായി സിനിമകളിൽ കയറി ഇടപെടുകയും തനിക്ക് എല്ലാം അറിയാം എന്നൊരു ചിന്തയും കാണിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് വേണു ചേട്ടൻ. അദ്ദേഹത്തിന് എന്നോടുള്ള പ്രശ്നം തുടങ്ങിയേക്കുന്ന ഇവിടെ നിന്നൊന്നുമല്ല. ഞാൻ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നു, നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ആൻഡോ ചേട്ടനെയാണ് എനിക്കന്ന് അറിയുന്നത്, വേണു ചേട്ടൻ എനിക്ക് അറിയില്ല. വേണു ചേട്ടൻ അതിനിടയിൽ എപ്പോഴുമാണ് ഒരു ദിവസം കണ്ടിട്ടുള്ളത്. ആ പടം കോവിഡ് സമയത്ത് ഇറങ്ങുന്നു, അതിനുശേഷം നെറ്റ്ഫ്ലിക്സിൽ ആ പടം വലിയ ട്രെൻഡിങ് ആവുന്നു. ഇന്നും കേരളത്തിന് പുറത്തു പോയാൽ മാളികപ്പുറത്തേക്കാൾ കൂടുതൽ എന്നെ ആളുകൾ സംസാരിക്കുന്ന നൈറ്റ് ഡ്രൈവിനെ പറ്റിയാണ്. അപ്പോൾ ആ സിനിമയുടെ ഒരു എഴുത്തുകാരൻ്റെ മോശം, കഥ മോശമാണെങ്കിൽ ആ സിനിമയുടെ റീമേക്ക് വെച്ച് ഹിന്ദിയിൽ വീനസ് എന്നൊരു കമ്പനി വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറി റീമേക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അവരിത് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുമുണ്ട്. അതിൻ്റെ തെലുങ്ക് പോയിട്ടുണ്ട്, ഈ അടുത്ത സമയത്ത് അതിൻ്റെ തെലുങ്ക് പോയി, കഥ മോശം. ഓക്കെ, അപ്പം ആദ്യത്തെ പടം ആസ് എ റൈറ്റർ ഇന്നലെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരമാണെങ്കിൽ ഞാൻ മോശം റൈറ്റർ ആണെങ്കിൽ, എൻ്റെ രണ്ടാമത്തെ പടം മാളികപ്പുറവും അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആൻഡോ ചേട്ടനും അദ്ദേഹവും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ നിർമ്മാണ സമയത്ത് ഒരു സമയത്ത് ശബരിമലയിൽ അദ്ദേഹം എത്തുകയും, നമ്മൾ കഥയൊക്കെ പറഞ്ഞാണ്, അന്നും അദ്ദേഹം കുറച്ച് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു. ശബരിമല വെച്ച് നമുക്ക് അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്ത് അത്രയും വിഷ്വൽ കാണിക്കുന്നു. അന്ന് അദ്ദേഹം എന്നെയും വിഷ്ണുവിനെയും മാറ്റി നിർത്തിയ ഒരു കാര്യം പറഞ്ഞു, ഈ സിനിമയുടെ ക്ലൈമാക്സ് മാറ്റണമെന്ന് പറഞ്ഞു. അതായത് ഈ സിനിമയിലെ ക്ലൈമാക്സിൽ ഉണ്ണിയും പൊന്നിനെ പോലീസാക്കി നിർത്തണ്ട, ഇതിനെ അയ്യപ്പനാക്കി തന്നെ നിർത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് ഞാനും വിഷ്ണു പറഞ്ഞത് ഒരിക്കലും നടക്കില്ല, കാരണം ഈ സിനിമയുടെ സക്സസ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഭയങ്കര റിയാലിറ്റിയിൽ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് ഇതിനെ കൊണ്ട് ക്ലൈമാക്സ് നിർത്തിയാൽ മാത്രമേ ഈ സിനിമ വിജയിക്കുന്നുള്ള വാശിയിൽ ഞങ്ങൾ നിന്നു. അന്ന് അദ്ദേഹത്തിന് അതൊരു വലിയ ഈഗോ ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പല വേദികളിലും അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ 3 പടങ്ങളാണ് ഇറങ്ങുന്നത്. മാളികപ്പുറം വെച്ച് മറ്റ് 2 പടത്തെ പറ്റി അദ്ദേഹം ഭയങ്കര പ്രതീക്ഷ പറയുമ്പോൾ മാളികപ്പുറത്തെ ഒരു വളരെ ചെറിയ പടമാണ് അത്. ഉണ്ണിയുടെ പടം ആ സമയത്ത് ഒന്നും ഓടുന്നില്ലായിരുന്നു, ഉണ്ണിയുടെ പടത്തിന് ബിസിനസ് ഇല്ല എന്ന രീതിയിൽ വരെ സംസാരം വന്നപ്പോൾ മാളികപ്പുറം ഒരു വലിയ സക്സസിലേക്ക് പോവുകയും ഈ പറയുന്ന 100 കോടിയുടെ കളക്ഷൻ റിപ്പോർട്ട്സ് വരെ അന്നത്തെ പ്രൊമോഷൻ സമയത്ത് പുറത്തു പോയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂ എന്ന് പറയുകയാണ്, എനിക്ക് മാളികപ്പുറത്തിന് 100 കോടി കിട്ടിയില്ല, 75 കോടിയെ കിട്ടിയുള്ളൂ. ഒരു പ്രൊഡ്യൂസർ പറയുകയാണ്, ഓക്കെ, അത് അദ്ദേഹത്തിന് ഇഷ്ടം. ഇതിനിടയിൽ ഞാൻ അടുത്ത പടം, അതായത് എഴുതാൻ അറിയാത്ത എന്നെ വെച്ചിട്ട് അദ്ദേഹം 3ാമത്തെ പടം ആനന്ദ് ശ്രീബാലൻ. ഇതിന് തൊട്ട് മുന്നേ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ഞാൻ ദുബായി വെച്ചിട്ട് പോവുകയാണ്, ആ പുസ്തകം അദ്ദേഹം എനിക്ക് വായിക്കാൻ തന്നിട്ട് അദ്ദേഹം എടുത്ത് പറഞ്ഞു, ഇതിലെ എല്ലാ കഥകളും സിനിമയാക്കാൻ പറ്റും, അഭിലാഷ് ഇത് വായിച്ചിട്ട് ഇതിലൊരു മജീഷ്യൻ്റെ കഥയുണ്ട്, ആ സിനിമ നമുക്ക് അത് തിരക്കഥയാക്കി സിനിമ ചെയ്യാം, പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. ഞാനത് വായിച്ചു. ഞാൻ മോശം എന്ന് പറയുകയല്ല, എൻ്റെ ടേസ്റ്റിന് പറ്റിയ പടങ്ങളല്ല, കാരണം അതിനേക്കാൾ എത്രയോ ബെറ്ററായ കഥകളും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചേട്ടാ ഇത് എൻ്റെ ടേസ്റ്റ് പറ്റിയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ വിഷമിപ്പിക്കാതിരിക്കാനാണ്, പ്രാക്ടിക്കലി പറഞ്ഞാൽ വിഷമിപ്പിക്കാതിരിക്കാൻ പറഞ്ഞത്, കാരണം എനിക്കത് വർക്കായില്ല കഥകളൊന്നും. അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, തനിക്ക് എന്തറിയാം, ഇതൊക്കെ ഹിറ്റാകാൻ പോകുന്ന കഥകളാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ ധൈര്യമായിട്ട് ചെയ്യും, കാരണം മാമാങ്കം മുതൽ അത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ്. അദ്ദേഹം ചെയ്യട്ടെ, നമുക്ക് ഒരു പ്രശ്നമില്ല, നമുക്ക് ഒരു പ്രശ്നം പുള്ളി ചെയ്തോട്ടെ, കാരണം കയ്യിൽ കാശുണ്ട്, അവിടെ പുള്ളി എന്ത് കോൺഫിഡൻസിൽ എന്ത് ചെയ്യാം, ഞാൻ ചെയ്തോട്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ആനന്ദ് ശ്രീബാല ആലോചിച്ച് നോക്കണം, എഴുതാൻ അറിയാത്ത എൻ്റെ 3ാമത്തെ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ, മുരളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ആനന്ദ് ശ്രീബാല നഷ്ടമായിരുന്നു. ആയിക്കോട്ടെ, മാളികപ്പുറത്തിന്റെ ലാഭത്തിന്റെ 10-1 ആയിട്ടില്ല ആനന്ദ് ശ്രീബാലയുടെ ബഡ്ജറ്റ്. ആ സിനിമയുടെ ഔട്ട് കണ്ട് അതിന്റെ സംവിധാനം ജീവിച്ചിരിപ്പുണ്ട്, വിനയൻ സാറിന്റെ മകൻ വിഷ്ണു.
ആ സിനിമ ഇറങ്ങി പുറത്ത് വന്ന് അത് മിക്സർ റിവ്യൂ ആയിട്ട് പോലും തിയേറ്ററിൽ ആൾ വന്ന സമയത്ത് ഇദ്ദേഹം ആ ഡയറക്ടറെ വിളിച്ച് പറയുകയാണ്, ഞാൻ ഈ പടത്തിന് പ്രൊമോഷൻ ചെയ്യില്ല, ഞാൻ ഓടിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു. ഒരു സംവിധായകന്റെ അവസ്ഥ, അവന്റെ ആദ്യത്തെ പടമാണ്, കയ്യിൽ കാശുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ ധാർഷ്ട്യം. ഇന്ന് ഞാൻ പറയുന്നത്, ഈ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇനിയും സോഷ്യൽ മീഡിയ അറ്റാക്ക് ഞങ്ങൾക്ക് നേരെ ഉണ്ടാവും. കാരണം കഴിഞ്ഞ 2 ദിവസം നടക്കുന്ന PR വർക്ക്സ് ഞങ്ങൾ കാണുന്നതാണ്. കാശ് കൊടുക്കാതെ ഒരു PR ഇവിടെ പണിയെടുക്കില്ല എന്ന് കൃത്യമായിട്ട് അറിയാം. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ മീഡിയ കേൾക്കാൻ ഞാൻ പറയുന്നത്. ഇത് ഞാൻ പേര് പറയുന്നില്ല. നിങ്ങളിൽ, എനിക്ക് പേഴ്സണലി അറിയാവുന്നവർ തന്നെ എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ആർക്കൊക്കെ കാശ് ഓഫർ വന്നു എന്നുള്ളത്. സത്യസന്ധമായി പറഞ്ഞ് ഞങ്ങളത് ചെയ്യില്ല എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന മീഡിയ പ്രവർത്തകരുണ്ട്. എന്നാൽ അത് വാങ്ങിച്ച ടീംസ് ഉണ്ട്. അതിന്റെ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് കാണുന്നുണ്ട്.